ഇനി അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് ടി ടെസ്റ്റ് ഫോർ ഡിപ്പെൻഡൻറ്റ് സാമ്പിളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ടി ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് സാമ്പിൾ മീൻ വെച്ചാൽ മീൻ ഈക്വൽ ആണ്, മീൻ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ളായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കേസിൽ പിന്നെ നമ്മൾ 2 നോർമൽ പോപ്പുലേഷൻ എടുത്തു. ബട്ട് ആ 2 നോർമൽ പോപ്പുലേഷൻ്റെ മ്യൂ 1ഉം മ്യൂ 2ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു രണ്ടാമത്തെ കേസ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 പോപ്പുലേഷന് പകരം ഒരു പോപ്പുലേഷനിൽ തന്നെയാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതാണ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് 2 നോർമൽ പോപ്പുലേഷൻ എടുത്തിട്ട് ആദ്യത്തെ നോർമൽ പോപ്പുലേഷൻ ഒരു സാമ്പിൾ എടുത്തു, രണ്ടാമത്തെ പോപ്പുലേഷനും ഒരു സാമ്പിൾ എടുത്തു. അപ്പോൾ ആ 2 എണ്ണം എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, 2 പോപ്പുലേഷൻ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഇനി പറയാൻ പോകുന്ന കേസിൽ ടി ടെസ്റ്റ് ഫോർ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ, അല്ലെങ്കിൽ ഇതിനെ പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയും. ഇതിനെ ശരിക്കും വിളിക്കുന്നത് ഇങ്ങനെ പെയർഡ് ടി ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പം ഇതിൽ നമ്മൾ ഒരു സാമ്പിളാണ് എടുക്കുന്നത്. ആ സാമ്പിളിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ആ സാമ്പിൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബിഫോർ വാല്യൂ ആൻഡ് ആഫ്റ്റർ വാല്യൂ നമ്മൾ മെഷർ ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലിനിക്കൽ ട്രയൽസൊക്കെ നടത്താറില്ലേ, നമ്മളൊരു പുതിയ ഡ്രഗ്സൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ മൈസിലൊക്കെ എന്ത് ചെയ്യും, അത് അതിന് ആ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യും. മെയിൻലി ഇങ്ങനെ ഡ്രഗ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നത് മൈസ് അതുപോലത്തുള്ള ജീവികളിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവയ്ക്ക് ആ ഒരു ഡ്രഗ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ടൈമിലെ വാല്യൂസ്, ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ ആ ടൈമിലെ വാല്യൂസ് നമ്മൾ ഒബ്സർവ് ചെയ്യും. അത് ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. അപ്പം ഒരേ സാമ്പിളിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ വാല്യൂസ് എടുക്കുക. അത് തമ്മിലുള്ള ആ 2 ഒബ്സർവേഷൻസ് തമ്മിലുള്ള മീനിൻ്റെ ടെസ്റ്റിനെയാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കാം. എ സിറ്റുവേഷൻ ഡിസിപ്റ്റ്ലി സിമിലർ ടു ദാറ്റ് ഓഫ് കേസ് 2 given above occurs when we have the data obtained by observing the values of some attribute of different elements of the population observed before and after. ഇവിടെ 2 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാകും, പക്ഷേ അത് ഒരു സാമ്പിളിൻ്റെ തന്നെ 2 സിറ്റുവേഷനിലുള്ള 2 ഘട്ടത്തിലുള്ള വാല്യൂസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചില മരുന്നൊക്കെ, ഇപ്പം സ്ലീപ്പിംഗ് പിൽസൊക്കെ, ഇപ്പം നിങ്ങൾക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിലുള്ളതാണ്. നമ്മൾ ഈ സ്ലീപ്പിംഗ് പിൽസ് നമ്മൾ അങ്ങനെ ഒരു ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർ ഉറങ്ങാനെടുക്കുന്ന ടൈം അത് മെഷർ ചെയ്യും. ഇപ്പോൾ ഒരു 10 പേരെ നമ്മൾ എടുത്തിട്ട് ആ ഓരോരുത്തർക്കും കറസ്പോണ്ടിങ് ആയിട്ട് അവർ ഉറങ്ങാനെടുക്കുന്ന ടൈം, ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുക്കുന്നതിന് മുന്നേ അവർ ഉറങ്ങാനെടുക്കുന്ന ടൈം മെഷർ ചെയ്യും. ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്തതിന് ശേഷം അവർ ഉറങ്ങാനെടുക്കുന്ന ടൈം, എത്ര ടൈം കൊണ്ട് അവർ ഉറങ്ങുന്നു, ആ ഒരു മെഷർ ചെയ്യും. അപ്പം ഇവിടെ എന്ന് പറയുന്നത് സെയിം സാമ്പിളിലാണ്, പക്ഷേ മെഷർ ചെയ്യുന്നത് 2 സിറ്റുവേഷനിലാണ്, ഒന്ന് ബിഫോർ ഒന്ന് ആഫ്റ്റർ. അപ്പം സെയിം സാമ്പിളിൽ തന്നെ ഇങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ 2 സിറ്റുവേഷനിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമ്മൾ വാല്യൂസ് ഒബ്സർവ് ചെയ്ത് അത് തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ. ഇവിടെ നമ്മൾ മെയിൻലി ഇത് ക്ലിനിക്കൽ ട്രയലിനാണ് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുക. പെയർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ക്ലിനിക്കൽ ട്രയൽസിനാണ്. അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ മെഡിസിൻ അപ്ലൈ ചെയ്തത് കൊണ്ട് ഈ മെഡിസിൻ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നുവെച്ചാൽ എന്ത് ചെയ്യണം, സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുകയാണെങ്കിൽ ഉറങ്ങാനുള്ള ടൈം എന്ത് ചെയ്യണം, കുറയണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒബ്സർവേഷൻ സെറ്റിലും രണ്ടാമത്തെ ഒബ്സർവേഷൻ സെറ്റിലും കുറവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ. ഡിഫറൻസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ സ്ലീപ്പിംഗ് പില്ലിന് എഫക്റ്റ് ഉണ്ടെന്ന്. അപ്പം ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് പെയർഡ് ടി ടെസ്റ്റ്. അപ്പോൾ നോക്കാം. എ ടിപ്പിക്കൽ കേസ് വുഡ് ബി മെഷർ എ സർട്ടൻ റിയാക്ഷൻ ഇൻ ഹ്യൂമൻ സബ്ജക്ട്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സം ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ബിഫോർ വാല്യൂസിനെ XI ആയിട്ട് എടുക്കും, ബിഫോർ നമ്മൾ ഒബ്സർവ് ചെയ്തതിനെ XI ആയിട്ട് എടുക്കും, X1 X2. ഇപ്പം 10 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്മോൾ സാമ്പിൾ കേസിലാണ് പറയുന്നത്. വെച്ചാൽ n<30 ആയിട്ടുള്ള കേസിലാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. ടി ടെസ്റ്റുകൾ കംപ്ലീറ്റ് വരുന്നത് സ്മോൾ സാമ്പിൾ കേസിലാണ്. അപ്പോൾ നമ്മൾ ഒരു 10 ഒബ്സർവേഷൻസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബിഫോർ ഒബ്സർവേഷൻസ് നമ്മൾ നോട്ട് ചെയ്യും. X1 എന്താണ്, X2 എന്താണ്, X10 വരെ എന്താണെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ വാല്യൂസ് ഒബ്സർവ് ചെയ്യാൻ Y1 Y2 എക്സെട്ര Y10 എന്ന് പറയും. The purpose is to decide whether the treatment has an effect or not.
അപ്പം ഈ എക്സ് ഐ വാല്യൂസും വൈ ഐ വാല്യൂസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റ് ഉണ്ടെന്ന് പറയാം. ഇപ്പം എക്സ് ഐ വാല്യൂസ് ഒരെഫക്റ്റും ഇല്ലെങ്കിൽ എങ്ങനെയും നമ്മൾ ഒബ്സർവ് ചെയ്യുക, എക്സ് ഐ വാല്യൂസ് തന്നെയായിരിക്കും വൈ ഐ വാല്യൂസും. അപ്പോൾ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ അങ്ങനെ ആ ഒരു മെഷർ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയാം. Even though we have here the situation of the two samples x1, x2, etc. xn and y1, y2, etc. yn, we cannot apply the method discussed above for n1 equal to n. അപ്പോൾ നമ്മൾ ബിഫോർ ഡിസ്കസ് ചെയ്തത് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് ഡിഫറെൻറ്റ് സാമ്പിൾ എടുത്തിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത് പറഞ്ഞ കേസായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇവിടെ നമുക്ക് ആ കേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ സെയിം പോപ്പുലേഷനാണ് അല്ലേ, നമ്മൾ ഒരേ ഒബ്സർവേഷന് തന്നെയാണ് നമ്മൾ ആ ഒരു എടുക്കുന്ന സാമ്പിൾ തന്നെയാണ് നമ്മൾ രണ്ടാമത് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ടി ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സച്ച് എ പ്രൊസീജിയർ വുഡ് ബി ഇൻകറക്റ്റ് സിൻസ് ഇൻ ദ പ്രസൻറ്റ് കേസ് ദ വാല്യൂസ് എക്സ് ഐ വൈ ഐ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അണ്ടർ സം അസംപ്ഷൻ ഹവർ വൺ ക്യാൻ യൂസ് ഹിയർ വൺ സാമ്പിൾ ടെസ്റ്റ്. അപ്പം ഇതെന്ന് പറയുന്നൊരു വൺ സാമ്പിൾ ടെസ്റ്റാണ്. ഇവിടെ ഒരു സാമ്പിളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. മറ്റേ എന്തായിരുന്നു, 2 സാമ്പിൾ ടെസ്റ്റ് ആയിരുന്നു. അവിടെ 2 ഡിഫറെൻറ്റ് സാമ്പിൾസ് 2 ഡിഫറെൻറ്റ് പോപ്പുലേഷനിലായിരുന്നു എടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ 2 സിറ്റുവേഷനിൽ നമ്മൾ ഒബ്സർവേഷൻസ് മെഷർ ചെയ്യും. Under some assumption, however, one can use here the one sample test. This assumption, which may be satisfied in some cases, are as follows. Imagine that the observation are such that the difference di equal to xi minus yi. ഇവിടെ നമ്മളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, di. നമുക്കിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഏതാണ് ക്രൈറ്റീരിയ നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഡി ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് വൈ ഐ എന്ന് വെച്ചാൽ ഈ നമ്മൾ ബിഫോർ ഒബ്സർവ് ചെയ്തതിൻ്റെ ആഫ്റ്റർ ഒബ്സർവ് ചെയ്തതിൻ്റെ ആ ഡിഫറൻസിനെയാണ് ഡി ഐ എന്ന് വെച്ച് കോൾ ചെയ്യുന്നത്. ഡി വൺ എന്ന് പറയുന്നത് x1 മൈനസ് y1, d2 x2 മൈനസ് y2. ജനറലി ഡി ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് വൈ ഐ. ഇത് ഫോളോ ചെയ്യും, നമ്മൾ അസ്യൂം ചെയ്യും ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഈ ഡിഫറൻസ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഈ എക്സ് ഐ ഫോളോ നോർമൽ എന്ന് പറയാൻ പറ്റില്ല, വൈ ഐ ഫോളോ നോർമൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇത് വെച്ചിട്ടായിരിക്കും നമ്മളിനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഡി ഐ ഫോളോ എൻ മ്യൂ സിഗ്മ സ്ക്വയർ, എക്സ് ഐ ഫോളോ എൻ മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, വൈ ഐ ഫോളോ എൻ മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എക്സ് ഐ മൈനസ് വൈ ഐ ഈക്വൽ ടു ഡി ഐ. ഡി ഐ ഫോളോ ചെയ്യുന്നത് എന്താണ്, എൻ മ്യൂ സിഗ്മ സ്ക്വയർ. അപ്പം ഡി ഐ എന്ന് പറയുന്നത് എന്താണ്, ഫോളോ ചെയ്യുന്നത് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. നമുക്കിതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒബ്സർവ് however that the values xi or yi separately do not need to have normal distribution. അതാണ് ഇപ്പോൾ പറഞ്ഞത്. എക്സ് ഐയും വൈ ഐയും സെപ്പറേറ്റ് ആയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്നില്ല. വി മേ വിഷ് ടു ടെസ്റ്റ്. ഇനി നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പറയാം. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡി ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് വൈ ഐ. ഈ ഡി ഐൻ്റെ മീനാണെന്ത്, മ്യൂ. ആ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ടാണ്, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്. ഇതാണ് നമ്മുടെ എച്ച് നോട്ട്. എഗെയിൻസ്റ്റ് എ വൺ ഓർ ടു സൈഡഡ് ആൾട്ടർനേറ്റീവ് എച്ച് നോട്ട്. മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ടിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ്, മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്, മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. ഇൻ മോസ്റ്റ് ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ വി സെറ്റപ്പ് ഹൈപ്പോത്തിസിസ്. നമ്മൾ ജനറലി ഇങ്ങനെ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എങ്ങനെയാണ് പറയുന്നതെങ്കിലും നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ഈ ഒരു കേസിൽ എടുക്കുന്നത് എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എഗെയിൻസ്റ്റ് എച്ച് വൺ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. എന്ന് വെച്ചാൽ മ്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഡിഫറൻസും ഇല്ല, എക്സ് ഐ ഈക്വൽ ടു വൈ ഐ ആണ്. ഡി ഐ ഫോളോ ഡി ഐൻ്റെ മീനാണ് മ്യൂ. അത് 0 എന്ന് പറയുമ്പോൾ എന്താ, ഡി ഐൻ്റെ മീൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഐയും വൈയും തമ്മിലൊരു ഡിഫറൻസും ഇല്ല, കാരണം അവിടെ ട്രീറ്റ്മെൻറ്റിന് ഒരു എഫക്റ്റും ഇല്ല. അതാണ് നമ്മുടെ എച്ച് നോട്ട്. മ്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഐ ഈക്വൽ ടു വൈ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. വെച്ചാൽ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെൻറ്റിന് ഒരു എഫക്റ്റും ഇല്ല. ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്താണ്, എച്ച് വണ്ണ് മ്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എഫക്റ്റ് ഉണ്ടെന്നാണ് എച്ച് വണ്ണ്. എച്ച് നോട്ട് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റ് ഉണ്ടെന്ന്,
എഫക്റ്റ് ഇല്ല എന്നും H1 ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് ഉണ്ടെന്നുമാണ് നമ്മൾ H0 H1. That means we assume that the treatment has no effect against the alternative that the treatment has effect. The form of the test depends on the distribution of DI based on this test statistic is അപ്പോൾ T എന്ന് പറയുന്നത് നമ്മളുടെ T എന്ന് പറയുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ് D bar by standard deviation of D bar D standard deviation എന്താ പറയുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ റൂട്ട് ഓഫ് n-1. D bar എന്ന് പറയുന്നത് ഇവിടെ സമ്മേഷൻ DI by n ആണ്. DI എന്താണ് XI മൈനസ് YI ആണ്. D bar എന്ന് പറയുന്നത് സമ്മേഷൻ DI by n. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് D എന്താണ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സമ്മേഷൻ DI സ്ക്വയർ ബൈ D bar സ്ക്വയർ. DI ഈക്വൽ ടു XI മൈനസ് YI. ഈ T ആണ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് T ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. T distribution with n-1 degrees of freedom. For alpha equal to 0.05, the best critical regions are, നമുക്കറിയാം T distributionൻ്റെ critical region പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് 2 കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Critical region is mod T greater than or equal to T alpha by 2. ഈ ഒരു കേസ് ഇവിടെ വരൂ, കാരണം എന്താണ് നമ്മളുടെ എന്താണ് H0 mu equal to 0 against H1 mu not equal to 0. ഈ ഒരു ഒറ്റ ഓൾട്ടർനേറ്റീവേ വരുന്നുള്ളൂ അല്ലേ. H0 H1 എന്ന് പറയുന്ന ഒറ്റ ഓൾട്ടർനേറ്റീവ് ജനറലി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ റീജിയനെ വരും, മോഡ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആൽഫ ബൈ 2 എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ റീജിയനെ വരത്തുള്ളൂ. മറ്റ് കേസിലൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കേസിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്, മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്, മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്, ഈ 3 കേസും വരുന്നതുകൊണ്ടാണ് 3 ക്രിട്ടിക്കൽ റീജിയൻ വന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താണ് ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ അങ്ങനെ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നൊക്കെ മീനിങ് ഉണ്ടോ അവിടെ, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം അത് ആ ഒരു ക്രിട്ടിക്കൽ റീജിയൻ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. To test the efficiency of sleeping pills, a drug company uses a sample of insomnians. The times in minutes until falling asleep is observed for each of them. Few days later, the same persons are given a sleeping pill and the time until falling asleep is measured again. The measurement are given below. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, എഫിഷ്യൻസി ഓഫ് എ സ്ലീപ്പിംഗ് പിൽ. ഒരു സ്ലീപ്പിംഗ് പില്ലിൻ്റെ എഫിഷ്യൻസിയാണ് അവർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ടെസ്റ്റ് ചെയ്യാൻ അവരെന്താ ചെയ്തത്, ഒരു ഗ്രൂപ്പ് ഒരു സാമ്പിൾ എടുത്തു, കുറച്ച് പേരുടെ സാമ്പിൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് എന്ത് ചെയ്തു, ദ ടൈം ഇൻ മിനിറ്റ്സ് അണ്ടിൽ ഫോളിങ് എ സ്ലീപ്പ് ഈസ് ഒബ്സർവ്ഡ് ഫോർ ഈച്ച് ഓഫ് ദം. എന്നിട്ട് ആ സാമ്പിൾ എടുത്തിട്ട് അവർ മെഷർ ചെയ്തു, എന്ത് ചെയ്തു, അവർക്ക് ഉറങ്ങാനെടുക്കുന്ന ആ ഒരു ടൈമില്ലേ, നമ്മൾ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ആ ഉറങ്ങുന്ന വരെയുള്ള ആ ഒരു ടൈം ഗ്യാപ്പില്ലേ, അത് മെഷർ ചെയ്തു. അതാണ് എന്താണ് ഫസ്റ്റ് XI വാല്യൂ എന്ന് പറയുന്നത്. കണ്ടോ, പേഴ്സൺസ് ABCD 5 പേരുണ്ട്. അതിൽ നോ പിൽ എന്ന് വെച്ചാൽ നമ്മൾ പില്ല് കൊടുക്കുന്നതിന് മുന്നേ, മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള സ്ലീപ്പിംഗ് പിൽ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒബ്സർവേഷൻസ് XI മെഷർ ചെയ്തു. എന്താണ് അത് മിനിറ്റ്സിലാണ് കേട്ടോ, 65, 35, 80, 40, 50 മെഷർ ചെയ്തു. പിന്നെ എന്താണ്, ഫ്യൂ ഡേയ്സ് ലാറ്റർ ദ സെയിം പേഴ്സൺസ് ആർ ഗിവൺ എ സ്ലീപ്പിംഗ് പിൽ ആൻഡ് ദ ടൈം അണ്ടിൽ ഫോളിങ് എ സ്ലീപ്പ് ഈസ് മെഷേർഡ് അഗെയിൻ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്ലീപ്പിംഗ് പില്ല് കൊടുത്തു, അതിന് ശേഷമുള്ള എന്താണ് വാല്യൂസ് മെഷർ ചെയ്തു, YI. അതാണ് YI എന്ന്, വിത്ത് പിൽ എന്ന് കൊടുത്തിട്ട് YI എന്ന് കൊടുത്തിട്ടില്ല, അതാണ്. അപ്പോൾ അത് ഈ സെയിം പേഴ്സൺസിന് തന്നെ നമ്മൾ മെഷർ ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ഈ പില്ലിന്, ഈ ഒരു സ്ലീപ്പിംഗ് പില്ലിന് എഫക്റ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സെയിം പേഴ്സൺ ആണല്ലേ, സാമ്പിൾ മാറിയിട്ടില്ല, കാരണം ആ സെയിം പേഴ്സൺ തന്നെയാണ് നോ പിൽ എഫക്റ്റ് വിത്ത് ഇഫക്റ്റും വിത്തൗട്ട് ഇഫക്റ്റും കൊടുത്തേക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് വെദർ ദ സ്ലീപ്പിംഗ് പിൽസ് ആർ എഫക്റ്റീവ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നോക്കുക. ഹിയർ വി അസ്യൂം ദാറ്റ് സ്ലീപ്പിംഗ് പിൽസ് ആർ നോട്ട് എഫക്റ്റീവ്. നമ്മുടെ H0 എന്താണ്, H0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് പില്ലിന് എഫക്റ്റ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ H0 ആയിട്ട് എടുക്കുക. H1 എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് പില്ലിന് എഫക്റ്റ് ഉണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്, H0 ആണോ H1 ആണോ ട്രൂ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. That is, we are testing H0 such that mu equal to mu naught against H1 such that mu not equal to 0. നമ്മളിവിടെ ആൽഫ 0.05 ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആൽഫ 0.05 ആയിട്ട് എടുക്കുക കേട്ടോ. ദ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, മോഡ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആൽഫ ബൈ 2. അപ്പം ആൽഫ 0.05 ആണ്. അപ്പോൾ ആൽഫ ബൈ 2 എന്താണ് 0.025 വരും.
അപ്പം ഈ ആൽഫ ഈക്വൽ ടു 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി ആൽഫ ബൈ 2 4 പിന്നെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്? ഇവിടെ ടി സ്റ്റാറ്റിസ്റ്റിക് നോക്ക്, അവിടെ n-1 ആണ് അല്ലേ. ടീൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ താഴെ ഡി ബാർ ബൈ എസ് ടി ബൈ റൂട്ട് ഓഫ് n-1 ആണ്. അപ്പോൾ ഇവിടെ ടി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ടി ഫോളോസ് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 5 ഒബ്സർവേഷൻ. അപ്പോൾ n-1 4. അപ്പം ടി ആൽഫ ബൈ 2 ഫോർ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്? 2.775. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ എത്ര തന്നിട്ടുണ്ട്? അപ്പോൾ ടി ആൽഫ ബൈ 2 കണ്ടുപിടിക്കുക, 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെത്. അത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ടി ഈക്വൽ ടു ഡി ബാർ ബൈ എസ് ഡി ബൈ റൂട്ട് ഓഫ് n-1. നമുക്ക് ഡി ബാർ കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി കണ്ടുപിടിക്കണം. ഡി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ഡി ഐ ബൈ എൻ. അതിന് ഡി ഐ ആദ്യം കണ്ടുപിടിക്കണം, അതിൻ്റെ സമ്മേഷൻ എടുക്കണം, പിന്നെ എൻ എന്താണ്? 5 ആണ് അല്ലേ. അപ്പം നമ്മൾ ഡി ഐ കണ്ടുപിടിക്കുന്നു. 20, 19, 9, 30. സമ്മേഷൻ ഡി ഐ എന്ന് പറയുന്നത് 98. അങ്ങനെയാണ് ഡി ബാർ എന്ന് പറയുന്നത് എന്താ? സമ്മേഷൻ ഡി ഐ ബൈ എൻ എന്ന് വെച്ചാൽ 98/5 ഈക്വൽ ടു 19.6. ഇനി നമുക്ക് എസ് ഡി ആണ് കണ്ടുപിടിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 1/n സമ്മേഷൻ ഡി ഐ സ്ക്വയർ ബൈ ഡി ബാർ സ്ക്വയർ. ഡി ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സമ്മേഷൻ ഡി ഐ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിന് ഡി ഐ സ്ക്വയറുകൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 400, 361, 81, 900. അപ്പോൾ സമ്മേഷൻ ഡി ഐ സ്ക്വയർ എന്ത് വരും? 2142 വരും. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് റൂട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ ഡി ഐ സ്ക്വയർ ബൈ എൻ മൈനസ് ഡി ബാർ സ്ക്വയർ. അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത് 44. എന്നുവെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ കിട്ടുന്നത് 44.24. അപ്പോൾ ടിയിൽ നമ്മളിത് കൊടുത്തു, ഡി ബാറും പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ടി കിട്ടുന്നത് 5.89 ആണ്. ടി എന്ന് പറയുന്നത് 5.89 ആണ്. നമ്മളുടെ ടി ആൽഫ ബൈ 2 എന്താണ്? 2.75. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2 ആണ് അല്ലേ. ടി ഗ്രേറ്റർ ദാൻ ടി എന്ന് പറയുന്നത് 5.89 ആണ്. ടി ആൽഫ ബൈ 2 2.7 ആണ്. അപ്പോൾ ടി ആണ് വലുത്, ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2 എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? സിൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ H0. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ ആണ് വന്നേക്കുന്നത്. ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2 ആയതുകൊണ്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ H0 എന്താണ്? തെറ്റാണ്. H0 ഈസ് റിജക്റ്റഡ്. അപ്പോൾ H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ H1 ആക്സെപ്റ്റ് ചെയ്യുക. H1 എന്താണ്? സ്ലീപ്പിംഗ് പിൽസ് ആർ എഫക്റ്റീവ് എന്നാണ് അല്ലേ. മ്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലീപ്പിംഗ് പിൽസ് ആർ എഫക്റ്റീവ്. ദാറ്റ് മീൻസ് ദ സ്ലീപ്പിംഗ് പിൽസ് ആർ എഫക്റ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് പെയർഡ് ടി ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ എന്താണ്? ഒരു സാമ്പിളിൽ തന്നെ 2 സിറ്റുവേഷനിൽ വരുന്ന ഒബ്സർവേഷൻസ് മെഷർ ചെയ്ത് അത് തമ്മിൽ എന്തെങ്കിലും ആ ഒരു XI വാല്യൂസും YI വാല്യൂസും തമ്മിൽ എന്തെങ്കിലും എന്താണ് എഫക്റ്റ് ഉണ്ടോ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ 2 ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ 2 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടി എന്ന് പറയുന്ന ആ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുക. എന്നിട്ട് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2 ആണോ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയനിൽ വരും. അപ്പം നമ്മൾ H0 റിജക്റ്റ് ചെയ്യും, നമ്മൾ H1 ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ടി ലെസ് ദാൻ